മഴയുടെ തണുപ്പിലും അവന്റെ നെഞ്ചിൽ ഒരു കനലെരിയുന്നുണ്ടായിരുന്നു. വൈപ്പറിന്റെ താളത്തിനൊപ്പം അവന്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും ആ മുമ്പിലെ കാഴ്ചയിലേക്ക് തന്നെ നീണ്ടു. അവൾ കയ്യിൽ കുറെ പുസ്തകങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പാവാടത്തുമ്പ് ഒരു കൈയാൽ ഒതുക്കി പിടിച്ച് അവളുടെ മുടിയിലെ മുല്ലപ്പൂക്കൾക്കും ആ നീല പാവാടയ്ക്കും ആ മഴയത്ത് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. മഹീന്ദ്ര താറിന്റെ സ്റ്റിയറിംഗിൽ അവന്റെ കൈകൾ മുറുകി. അവൾ ഒരുപാട് കുഞ്ഞല്ലേ, താൻ അവളെ സ്നേഹിക്കുന്നത് ശരിയാണോ? അവൻ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു. ശരിയാണ്, ലോകത്തിന്റെ കണ്ണിൽ അവൾ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയാണ്. പൂമ്പാറ്റയെ പോലെ പാറി നടക്കേണ്ട പ്രായം. എന്നാൽ എന്ത് ചെയ്യും, അവൾ കണ്ണിൽ നിന്ന് മാഞ്ഞാലും അവന്റെ മനസ്സിൽ നിന്ന് മാത്രം മാഞ്ഞു പോകുന്നില്ല. ഓരോ നിമിഷവും അവളെന്ന ചിന്ത അവന്റെ ഉള്ളിൽ കൂടുതൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ പതിയെ താന്റെ ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കി. അവളുടെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. മൈ ലിറ്റിൽ പ്രിൻസസ്, അവൻ തനിയെ മന്ത്രിച്ചു. ലോകം എന്ത് പറഞ്ഞാലും ഏത് നിയമങ്ങൾ തടസ്സമായാലും അന്ന് അവൾ ഓടിക്കേറിയത് വെറും ഒരു മഴയത്തല്ലായിരുന്നു, അവന്റെ ഹൃദയത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ കോണിലേക്കായിരുന്നു. ആ പതിവ് കാഴ്ച അവന്റെ ആത്മാവിൽ ഒരു പ്രണയചിത്രമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇനി അത് മായ്ച്ചു കളയുക അസാധ്യമായിരുന്നു. ആ മഴ തോരുന്നത് വരെ അവൻ അവിടെ അങ്ങനെ തന്നെ നിന്നുപോയി. അവളുടെ സാന്നിധ്യം അത്രയും അവനെ തളർത്തിയിരുന്നു. ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ഒരു പെൺകുട്ടിയോട് ജയുടെ മനസ്സിൽ ഇങ്ങനൊരു ഫീലിങ്സ് തോന്നുന്നത്. കോളേജിലെ സുന്ദരിയായ നിതാരെ പോലുള്ളവർ വന്ന് മുൻപിൽ ഇരുന്ന് കരഞ്ഞിട്ട് പോലും ഒരു തരി പോലും അലിയാത്ത അവന്റെ ഹൃദയമാണ് ഇപ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്നത്. പെണ്ണിന് നല്ല നാടൻ ചന്ദനത്തിന്റെ മണമാണ്. ഓർക്കവേ അവന്റെ ചുണ്ടിൽ അവൾക്കായി മാത്രം ഒരു പുഞ്ചിരി വിടർന്നു. തലേ ദിവസം വൈകിട്ട് ഡെവിയുടെ പപ്പയുടെ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷം പൊടിപൊടിച്ചത് കൊണ്ട് ചെക്കന്മാർ വരാൻ വൈകിയിരുന്നു. എന്നാൽ പിറ്റേന്ന് പതിവിലെ നേരത്തെ തന്നെ ജയ് കോളേജിൽ എത്തിയിരുന്നു. അവൾ വരുമെന്ന് അവന്റെ മനസ്സുറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. ബാക്കി 4 പേരും വരാൻ വൈകുമെന്ന കാര്യം അവൻ ഉറപ്പായിരുന്നു. ഇന്നലെ രാത്രി ചെറുതായി ഒന്ന് കൂടിയത് കൊണ്ട് അവർ ആരും എഴുന്നേറ്റിട്ട് പോലും ഉണ്ടാകില്ല. ജയ് ഇന്നലെ അവരുടെ കൂടെ കൂടിയിരുന്നില്ല. അവളെ ഒരു നോക്ക് കാണാൻ കഴിയുമെന്ന നേരിയൊരു പ്രതീക്ഷ മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. അവൻ ആ വാഗമരത്തിന്റെ ചോട്ടിൽ അവൾക്കായി കാത്തിരുന്നു. എന്നാൽ ഒരുപാട് സമയം കഴിഞ്ഞിട്ടും പെണ്ണിനെ മാത്രം കണ്ടില്ല. അവന്മാർ ഓരോരുത്തരെ വന്നു തുടങ്ങി. അഗ്നിയും എത്താറായിരുന്നു. പെണ്ണിന്ന് വരില്ലേ? ജയുടെ ഹൃദയത്തിൽ പേരറിയാത്തൊരു വേദന നിറഞ്ഞു. അഗ്നിയുടെ കാർ കോളേജ് ഗേറ്റിലേക്ക് വന്നതും നിരാശയുടെ ജയ് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോയി. പെട്ടെന്നാണ് ഇലങ്കാറ്റ് വന്ന് തലോടും പോലെ ആ ചന്ദന മണം അവിടെ ആകെ പരന്നത്. തൊട്ടു പിന്നാലെ ആ വെള്ളിക്കൊലുസിന്റെ കിലുക്കം അവന്റെ കാതുകളിൽ വന്ന് അലയടിച്ചു. എന്റെ അമ്മു! ബെല്ലടിക്കാറായി! ദൂരെ നിന്ന് പാറു വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു. ജയ് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് പാവാടയെ പൊക്കിപ്പിടിച്ച് ഓടി വരുന്ന അവളെയാണ്. ഇന്നൊരു റെഡ് ചില്ലി കളർ പട്ടുപാവാടയാണ് പെണ്ണിന്റെ വേഷം. ഇന്നലത്തെ പോലെ മുടി മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ട്. ചന്ദനത്തിന്റെ മുല്ലപ്പൂവിന്റെ സുഗന്ധം അവനിൽ ഒരു പുതിയ വികാരം സൃഷ്ടിച്ചു. അവൻ അവളെ പ്രണയത്തോടെ നോക്കി നിന്നുപോയി. ജയ്, ഡാ ജയ്, ഇവന് തന്റെ രാവിലെ തന്നെ സ്വപ്നം കാണുവാണോ? ഡെവി അവനെ എത്ര വിളിച്ചിട്ടും കേൾക്കാത്തതിനാൽ ഒടുവിൽ തട്ടി വിളിച്ചു. ജയ് ഞെട്ടി അവനെ നോക്കി. ഡെവിയുടെ കണ്ണുകളെ സംശയം നിഴലിക്കുന്നുണ്ടായിരുന്നു. ജയ് നോക്കുമ്പോൾ ഡെവി പുറത്തേക്ക് നോക്കി അവനെ കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് തല കുലുക്കുകയാണ്. ജയ് മതിമറന്ന് നോക്കുന്നത് ഡെവി കണ്ടിരുന്നു. അതൊരു പെണ്ണാണെന്ന് മനസ്സിലായെങ്കിലും ഡെവി നോക്കുമ്പോഴത്തേക്ക് അവൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. മറ്റാരും അത് ശ്രദ്ധിച്ചതുമില്ല. അഗ്നി വണ്ടിയിൽ നിന്നിറങ്ങി. പതിവ് പോലെ 4 നേരെ ക്യാൻറ്റീനിലേക്ക് പോയി. ജയ്ക്ക് എന്തോ അവരുടെ കൂടെ പോവാൻ തോന്നിയില്ല. ഡാ ഡെവി, നിങ്ങൾ പോയിക്കോ, എനിക്ക് ഒന്ന് പുറത്തു പോകണമായിരുന്നു, ജയ് പരിങ്ങലോടെ പറഞ്ഞു. ഡെവി അവനെ നോക്കി ഒന്ന് മൂളി. പോയിട്ട് വാടാ എന്ന് പറഞ്ഞ് ജയുടെ പുറത്തൊന്ന് തട്ടി. ജയ് പോകുന്നത് നോക്കി നിന്ന ഡെവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജയെ മനസ്സിലാക്കാൻ അവനോളം മറ്റാർക്കും കഴിയില്ലല്ലോ. അവർ ക്യാൻറ്റീനിലേക്ക് കയറിയപ്പോൾ തന്നെ ആ ശബ്ദം കേട്ടു. ചേട്ടാ, ഒരു പഴംപൊരി കൂടി. കായ് ഉയർത്തിപ്പിടിച്ച് പെണ്ണ് വിളിച്ചു പറയുകയാണ്. നിധി ഒരു അമ്പരപ്പോടെ ഡെവിയെ നോക്കി. നീ എന്താടെ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഡെവി ചോദിച്ചു. നീ കണ്ടില്ലേ ഡെവി അവിടെ നിനക്ക് പ്രിയപ്പെട്ട ഒരു സാധനം അവിടെ ഇരുന്ന് പഴംപൊരി തട്ടുന്നത്? നിധി കളിയാക്കിക്കൊണ്ട് കൈ ചൂണ്ടി. നിധിയുടെ കൈ പോയ അങ്ങോട്ട് നോക്കുമ്പോൾ ദാ യമി അവിടെ ഇരുന്ന് പഴംപൊരി തട്ടുകയാണ്.
ഒരു പഴംപൊരിയുടെ പകുതി വായിലാക്കുമ്പോഴാണ് അടുത്തതിന് ഓർഡർ കൊടുക്കുന്നത്. ക്യാൻറ്റീനിലെ വെയിറ്റർ ഇതെന്തിന്റെ കുഞ്ഞ എന്ന എക്സ്പ്രഷനോടെ അവളെ തുറിച്ചു നോക്കുന്നുണ്ട്. അത് കണ്ട് അവൾ മുഖം വീർപ്പിച്ച് അയാളോട് പരാതി പറയുകയാണ്. എന്താ ചേട്ടാ ഇങ്ങനെ നോക്കുന്നേ? നോട്ടം കണ്ടാ തോന്നും ഇവിടെ ഇരിക്കുന്ന പഴംപൊരി മൊത്തം ഞാൻ വാങ്ങി തിന്നെന്ന്. ആകെ 11 കഴിച്ചുള്ളൂ. 11? നിധി കണ്ണു തള്ളി ഡെവിയെ നോക്കി. ഡെവി അവനെ നോക്കി വളിച്ച ചിരി അങ്ങ് ചിരിച്ചു കാണിച്ചു. എമി ഡെവി കല്യാണം കഴിക്കാൻ പോകുന്ന അവന്റെ സ്വന്തം പെണ്ണാണ്, അവന്റെ പൊന്നു. ഡെവിയുടെ പപ്പയുടെ അടുത്ത സുഹൃത്തായ പ്ലാവിലത്തറ അലക്സാണ്ടർ ചെറിയന്റെയും ഡയാനയുടെയും ഒരേ ഒരു പുത്രി എമി അലക്സ്. അവൾ കുറുമ്പി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അതിനു മേലെയാണ് പെണ്ണിന്റെ കുരുത്തക്കേടുകൾ. ചെറുപ്രായം മുതലേ ഡെവി അവളെ പ്രണയിച്ചിരുന്നു. പക്ഷെ ചെക്കന് അത് തുറന്നു പറയാൻ എന്തോ ഒരു മടി. അവൾക്കും അവനോട് അതേ ഇഷ്ടം തന്നെയായിരുന്നു. അവൾ അത് തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ നമ്മുടെ ചെക്കൻ ഇപ്പോഴും ഇത്തിരി വെയിറ്റ് ഇട്ട് നിൽക്കുകയാണ്. ഇതുവരെ തിരിച്ച് സമ്മതം മൂളിയിട്ടില്ല. കുഞ്ഞുനാളിലെ ഇവരുടെ കല്യാണം ഇരു വീട്ടുകാരും ഉറപ്പിച്ചതാണ്. ഡെവി നേരെ അവളുടെ മുന്നിൽ വന്നു നിന്നു. കൈകൾ മാറിക്കെട്ടി അവളെ കൂർപ്പിച്ചു നോക്കി. ചേട്ടാ ഒരെണ്ണം കൂടി മതി, ഇനി ചോദിക്കില്ല സത്യം. മുന്നിൽ നിൽക്കുന്നത് വെയിറ്റർ ആണെന്ന് കരുതി ഓർഡർ കൊടുക്കുകയാണ് പെണ്ണ്. ഒരെണ്ണം കൊണ്ട് വയറ് നിറയുവോ പൊന്നു? ഡെവി ഒരു താളത്തിൽ ചോദിച്ചു. പെണ്ണ് ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ടൊരു വളിച്ച ചിരി അങ്ങ് ചിരിച്ചു. ചായനിതിപ്പോ വന്നു? ഇച്ചാ വന്നിട്ട് ഇപ്പൊ 10-25 കൊല്ലായി. എന്തേ പൊന്നു കൊച്ചറിഞ്ഞില്ലേ? പോയിച്ചായ, ഇച്ചാന്റെ ഒരു തമാശ, അതും കുറെ ഓടിയ തമാശ. എമി പറഞ്ഞു. ഓടിയതാണോ ഓടാത്തതാണോ എന്നിപ്പ കാണിച്ചു തരാം. ഡെവി അവളുടെ ചെവിക്ക് പിടിക്കാനായി ആഞ്ഞു. അത് മുൻകൂട്ടി കണ്ട അവൾ ജീവനും കൊണ്ട് അവിടുന്ന് ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അത് കണ്ട് ബാക്കി 3 പേരും ചിരിച്ചുപോയി. എന്തിനേറെ ഗൗരവക്കാരനായ അഗ്നി പോലും ഒന്ന് പുഞ്ചിരിച്ചു. ജയ് നേരെ പോയത് അമ്മുവിന്റെ സ്കൂളിലേക്കായിരുന്നു. അവർക്ക് രാവിലത്തെ പീരീഡ് ആയതുകൊണ്ട് അവളെ അവിടെ എങ്ങും കണ്ടില്ല. അപ്പോഴാണ് കാത്തു എന്ന കാർത്തിക അവന്റെ അടുത്തേക്ക് വന്നത്. ചേട്ടൻ ആരെങ്കിലും നോക്കി വന്നതാണോ? അവൾ ചോദിച്ചു. ഞാൻ അയോധ്യ കോളേജിൽ നിന്ന് വന്നത്, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാ, ജയ് കാത്തുവിനോട് പറഞ്ഞു. ചേട്ടാ അതിനിപ്പോ കോളേജ് ക്ലാസ് ഇല്ലേ? അല്ല, ചേട്ടൻ ആര് തിരിക്ക് വന്നതാ? അവൾ കുറുമ്പോടെ ചോദിച്ചു. ജയ് അവളൊന്ന് തുറച്ചു നോക്കി. എന്റെ കാര്യം പോട്ടെ, നിനക്കിപ്പോ ക്ലാസ് ഇല്ലേ? ജയ് അവളോട് ചോദിച്ചു. അത് പിന്നെ ചേട്ടാ, ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ട നോട്ട്ബുക്ക് ഞാൻ മറന്നുപോയി. ടീച്ചർ പറഞ്ഞു ഇവിടെ വന്ന് നിന്നാൽ പെട്ടെന്ന് ഓർമ്മ കിട്ടുമെന്ന്, അങ്ങനെ നിർത്തിയതാ. അവൾ നിഷ്കളങ്കമായി പറഞ്ഞു. അവൻ അവളെ വാത്സല്യത്തോടെ നോക്കി. ആ നിമിഷം അവൻ ഓർമ്മ വന്നത് സ്വന്തം അനിയത്തി ആതിര നാദിയായിരുന്നു. അല്ല ചേട്ടാ, പറഞ്ഞില്ലല്ലോ, ആരെ കാണാൻ വന്നതാ? എന്റെ എന്തെങ്കിലും സഹായം വേണോ? കാത്തു ചോദിച്ചു. അവളുടെ ശബ്ദത്തിൽ കൗതുകം നിറഞ്ഞിരുന്നു. അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നീ ആള് കൊള്ളാലോ, ഞാൻ ആരെയും കാണാൻ വന്നതല്ല, ഒന്ന് പോകൊച്ചേ. കാത്തു കണ്ണു ചുരുക്കി അവനെ നോക്കി. അങ്ങനെ ഞാൻ വിശ്വസിക്കില്ല. അപ്പുറത്തെ കോളേജിൽ ചേട്ടൻ ഇവിടെ അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. വന്നാൽ അതിനൊരു കാരണം ഉണ്ടാകും. അവൾ താടിയിൽ കൈവച്ച് ചിന്തിക്കുന്ന പോലെ നിന്നു. അവൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ ശ്വാസം ആഞ്ഞുവിട്ട് പിന്നെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ജയ് പറഞ്ഞു. നീ അധികം ചിന്തിക്കേണ്ട. എന്തായാലും നീ ചോദിച്ച പോലെ ഒരാളെ കാണാൻ തന്നെയാണ് വന്നത്. ആര്? കാത്തുവിന്റെ കണ്ണുകളിൽ വീണ്ടും കൗതുകം നിറഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഒരു തിളക്കം. അമ്മു. ആ പേര് പറയുമ്പോ തന്നെ അവന്റെ മുഖത്ത് ഒരു തരം ശാന്തത പടർന്നു. കണ്ണുകളിൽ നിറഞ്ഞത് അവളോടുള്ള അതിരില്ലാത്ത പ്രണയമായിരുന്നു. കാത്തു അത് ശ്രദ്ധിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ കാര്യം സീരിയസ് ആണല്ലേ? അവനാണെന്ന രീതിയിൽ ഒന്ന് തലകുലുക്കി. ഞാൻ സഹായിക്കാം. പക്ഷെ അമ്മു എന്ന പേരിൽ ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ. ചേട്ടൻ അവൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നറിയാമോ? ജയ് ഇല്ല എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ മറുപടി കൊടുത്തു. ഞാൻ അവളെ ഇന്നലെയാണ് കാണുന്നത്. ജയ് അവളെ കണ്ട കാര്യങ്ങൾ അവളോട് പറഞ്ഞു. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരാം. അങ്ങനെ അവൾ പറഞ്ഞ ഐഡിയ വെച്ച് അവൻ ഓരോ ക്ലാസ്സുകളിലും കയറിയിറങ്ങി. ഈ സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളാണുള്ളത്. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം അവൻ 10ാം ക്ലാസ്സിലേക്ക് കയറി. അവൻ അകത്തേക്ക് കയറുന്ന നിമിഷം തന്നെ അവന്റെ കണ്ണുകൾ അവളെ മാത്രം തേടി. 2ാമത്തെ ബെഞ്ചിലിരിക്കുന്ന തന്റെ പെണ്ണ് പാറുവിനോട് എന്തോ പറഞ്ഞു ചിരിക്കുന്നുമുണ്ട്. ജയ് ഒരു നിമിഷം ചലിക്കാൻ പോലും മറന്ന് നിന്നുപോയി. മുടി കുളിർപ്പെന്നൽ കെട്ടി പിന്നിലേക്ക് ഒതുക്കിയിട്ടിട്ടുണ്ട്. അതിൽ ഒതുക്കി വെച്ച മുല്ലപ്പൂ, കയ്യിൽ ചില്ലിക്കളർ കുപ്പിവളകളുണ്ട്. എല്ലാം കൂടി അവനെ ഒറ്റ നിമിഷം പിടിച്ചു നിർത്തിപ്പോയി. ആരാ?
ക്ലാസ് ടീച്ചറുടെ ശബ്ദം കേട്ടപ്പോഴാണ് ജയ് യാഥാർത്ഥ്യത്തിലേക്ക് വന്നത്. ഒരു ലിസ്റ്റ് എടുക്കാൻ വന്നതാണ്. അടുത്ത ആഴ്ച സ്കൂൾ ആനിവേഴ്സറി പ്രോഗ്രാംസ് ഞങ്ങളാണ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും കുട്ടികൾ ഏതെങ്കിലും പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നറിയണമായിരുന്നു. ജയ് പറഞ്ഞു. പേരെഴുതാൻ ഓരോരുത്തരും വിളിച്ചു തുടങ്ങുമ്പോൾ അവന്റെ മനസ്സ് ഒറ്റ പേരിനായി കാത്തിരുന്നു. അമ്മു. ഹേ അമ്മു, നീ കൂടി പേര് കൊടുക്ക്, നമുക്ക് ഡാൻസിന് പേര് കൊടുക്കാം, പാറു പറഞ്ഞു. ഇല്ല പാറു, ഞാനില്ല, അമ്മു പാറുവിനോടായി പറഞ്ഞു. പാറുവിന്റെ നിർബന്ധപ്രകാരം അവൾ പതുക്കെ എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ നേരെ അവനിലേക്ക് എത്തി. ഒരു നിമിഷം രണ്ടുപേരുടെ കണ്ണുകൾ ഉടക്കി. അവൾ പിടച്ചിലൂടെ കണ്ണുകൾ മാറ്റി. പേര് ശ്രീഭദ്ര, അവൾ പറഞ്ഞു. ആ ഒരു പേര് അവന്റെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ജയ് ചെറിയൊരു ചിരിയോടെ ലിസ്റ്റിൽ ആ പേര് എഴുതി, ശ്രീഭദ്ര. പിന്നെ ഒന്ന് തല ഉയർത്തി വീണ്ടും അവളെ നോക്കി. ഈ പ്രാവശ്യം അവൾ കണ്ണു മാറ്റിയില്ല. അവളുടെ കണ്ണുകളിൽ ഒരു സംശയം. ഇവൻ ആര്? ജയ് മനസ്സിൽ ഒന്ന് ചിരിച്ചു. ഇനി അറിയും. അവൾ മനസ്സിൽ ചിന്തിച്ചതിന് അവന്റെ മനസ്സ് ഉത്തരം പറഞ്ഞു. ക്ലാസ് വിട്ടിറങ്ങുമ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ ഇപ്പോഴും അവനെ തന്നെ നോക്കുകയായിരുന്നു. ആ ഒരു നോട്ടം. പിന്നീടുള്ള ദിവസങ്ങളിൽ ആ വഴിയോരം അമ്മുവിനായി അവൻ കാത്തിരുന്നു. സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ അവൾ ബസ്സിൽ കയറുന്നവരെ അവന്റെ കണ്ണുകൾ ആ ഒരു വിളി മാത്രമായിരുന്നു. ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് അവൾ അവനെ ശ്രദ്ധിച്ചു തുടങ്ങി. തന്നെ കാണുമ്പോൾ ആ കണ്ണുകളെ തിളക്കം, ആ പുഞ്ചിരി, അത് മാത്രം മതിയായിരുന്നു അവന്റെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ. അവന്റെ പ്രണയം കണ്ടിട്ടും കാണാതെ അവൾ നടന്നു നീങ്ങി. അങ്ങനെ ആനിവേഴ്സറി ഡേ ആയി. ജയ് അന്ന് ഒരു ബ്രൗൺ കളർ ഷർട്ടും ബീച്ച് കളർ പാന്റുമാണ് ഇട്ടിരുന്നത്. തികച്ച ഫോർമൽ ലുക്കായിരുന്നു അവന്. അവന്റെ ചെറുതായി സ്മൂത്ത് ചെയ്ത ഹെയർ കെട്ടിവെക്കാതെ വിടർത്തി ഇട്ടിട്ടുണ്ട്. ഒരു ബ്ലാക്ക് സ്പെക്സ് കൂടി വെച്ചിട്ടുണ്ട്. ബൂട്ട് ഇടാതെ അവൻ വൈഷു ഇട്ടിട്ടുണ്ട്. ജിം ചെയ്ത ബോഡി ഒന്നും കൂടി എടുത്തു കാണിക്കും വിധം ഷർട്ടിന്റെ ഒരു ബട്ടൺ അയച്ചിട്ടിട്ടുണ്ട്. അവന്റെ നെഞ്ചിൽ ഈഗിൾ ടാറ്റു നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവൻ നേരത്തെ തന്നെ വന്നിരുന്നു. അവളുടെ പ്രോഗ്രാം നടക്കുന്നത് ഇന്നായിരുന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ 4 പേരും എത്തിക്കഴിഞ്ഞു. ജയ് സ്കൂളിൽ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് വിശദമായി അവരോട് പറഞ്ഞു കൊടുത്തു. ജയുടെ പ്രണയത്തെക്കുറിച്ച് അവൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷെ ആരാണ് എന്താണ് എന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. 4 അതിശയത്തോടെയാണ് അവനെ നോക്കിയത്. പഴയ ജയിൽ നിന്ന് അവൻ ഒരുപാട് മാറിയിരുന്നു. അഗ്നി ഒരു പുഞ്ചിരിയോട് ഓർത്തു. അങ്ങനെ അവരെല്ലാം സ്കൂളിൽ എത്തിച്ചേർന്നു. പരിപാടിയുടെ ഭാഗമായി ജയ് ഓടി നടന്നു. അതിന്റെ ഇടയിലായി അവളെ നോക്കാൻ അവൻ മറന്നില്ല. ഡെവിയൊക്കെ പല പ്രാവശ്യം പറഞ്ഞു അവളെ കാണിച്ചു കൊടുക്കാൻ. പക്ഷെ അവൻ പരിപാടി കഴിഞ്ഞ് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞതിനാൽ പിന്നീട് അവർ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. ചുറ്റും മുഴങ്ങുന്ന ശബ്ദങ്ങളും കയ്യടികളും എല്ലാം അഗ്നിക്ക് ദേഷ്യം വന്നുപോയി. ഞാനൊന്ന് നടന്നിട്ട് വരാം, അവൻ ഡെവിയോടായി പറഞ്ഞുകൊണ്ട് പതുക്കെ മുന്നോട്ട് നടന്നു. സ്കൂൾ വരാന്തയിലൂടെ നീളുന്ന വെളിച്ചത്തിലും നിഴലിലും ജയ് തന്റെ പ്രോഗ്രാമിന്റെ കാര്യത്തിൽ അല്പം തിരക്കോടെ നടക്കുകയായിരുന്നു. കയ്യിൽ ലിസ്റ്റ്, പക്ഷെ മനസ്സ് മറ്റൊരിടത്തായിരുന്നു, ഒരാളെ കാത്ത്. അപ്പോഴാണ് മൈക്കിൽ ഒരു ശബ്ദം മുഴങ്ങിയത്. അടുത്ത പ്രോഗ്രാം ശ്രീഭദ്രയുടെയാണ്. ആ പേര് കേട്ട നിമിഷം ജയുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വികാരം നിറഞ്ഞു. അവൻ സ്വാഭാവികമായി മുന്നോട്ട് നടന്നു. പാവാട അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് ഓടുകയാണ് പെണ്ണ്. ആ ഓട്ടത്തിൽ കുപ്പിവളകളുടെ കിലുക്കം കൂടി. അതേസമയം അവളുടെ നേരെ എതിർവശത്ത് നിന്ന് ജയ് നടന്നു വരികയായിരുന്നു. അവളുടെ പേര് മൈക്കിലൂടെ കേട്ടതും ഓട്ടത്തിന്റെ വേഗത കൂട്ടി അവൾ വേഗത്തിൽ ഓടി വന്നു. നേരെ അവന്റെ നെഞ്ചിലായി ഇടിച്ചു നിന്നു. അവൻ അവളുടെ ധാവണയുടെ ഇടയിൽ കാണുന്ന നഗ്നമായ വയറിലേക്ക് അവന്റെ ദൃഢമായ കൈ പതിഞ്ഞുപോയി. ഒരു നിമിഷം അവൾ കണ്ണുകൾ അടച്ച് അങ്ങനെ നിന്നുപോയി. പരിപാടിയുടെ തിരക്കും ശബ്ദവും എല്ലാം അവനെ ദേഷ്യത്തിലേക്ക് ആഴ്ത്തിയിരുന്നു. മുഖമുയർത്തി അവളെ തല്ലാനായി ഒരുങ്ങിയതും